ഹായ്. അങ്ങനെ ദ മച്ച് അവൈറ്റഡ് ഋഷഭ് ഷെട്ടി എഴുതി സംവിധാനം ചെയ്ത കാന്താര മൂവിയുടെ പ്രീക്വലായ കാന്താര ചാപ്റ്റർ 1 റിലീസായിട്ടുണ്ട്. നമ്മൾ കുറച്ച് നാളായിട്ട് അതിനോട് വെയിറ്റിംഗ് ആയിരുന്നു കാരണം കാരണം അത് ഓടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് കുറച്ച് മാറ്റി വയ്ക്കുന്നു എന്ന് പറഞ്ഞൊരു ഒന്ന് ഡിലേ ചെയ്തായിരുന്നു. ബട്ട് ട്രെയിലർ വാസ് പ്രോമിസിങ്. പക്ഷേ എനിക്ക് ഫീൽ ചെയ്ത ട്രെയിലർ എന്ത് പ്രോമിസ് ചെയ്തോ അതിലും കൂടുതൽ അവർ ഡെലിവറി ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് ചാപ്റ്റർ 1 ആണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അതായത് ഇപ്പോൾ ഇറങ്ങിയ പാർട്ടാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് നേരത്തെ പാർട്ടിനൊക്കെ. മൂവി ആസ് എ ഹോൾ പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം അതിൻ്റെ വിഷ്വൽസ് ആയിരുന്നു. ഐ ഫെൽറ്റ് ലൈക്ക് അതാണ് ആ മൂവിയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിൻറ്റ്. കാരണം ആ വിഷ്വൽസ് എന്ത് രസമായിട്ടാണ് അവർ ചിത്രീകരിച്ചേക്കുന്നത്. സിനിമാറ്റോഗ്രാഫി അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാർലി 777 ചെയ്ത പുള്ളിയാണ് ഇതിൻ്റെയും സിനിമാറ്റോഗ്രാഫി ചെയ്തേക്കുന്നത്. കാന്താര ഫസ്റ്റും ചെയ്തേക്കുന്ന പുള്ളി തന്നെയാണ്. അപ്പോൾ സോ ഗുഡ് ദാറ്റ് നമുക്ക് സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാൻ തോന്നില്ല പലപ്പോഴും. അത്രയ്ക്ക് രസമായിട്ട് ആ വിഷ്വൽസ് എല്ലാം ഒപ്പിവെച്ചിട്ടുണ്ട്. ആൻഡ് അവരുടെ എന്താ പറയുക, ചില ഷോട്ട്സൊക്കെ ഇമാജിൻ ചെയ്തേക്കുന്നതും അതിപ്പം നമുക്കൊരു ഹൈക്ക് തരുന്ന മൂമെൻ്റ് ആണെങ്കിലും അത് ആ സ്റ്റോറിയിലേക്ക് എങ്ങനെ ബിൽഡ് ചെയ്യാം, അല്ലെങ്കിൽ ആ സ്റ്റോറിയിലേക്ക് എങ്ങനെ അത് ഇൻക്ലൂഡ് ചെയ്തു എന്നൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അതെല്ലാം. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഒരു ഫൈറ്റ് സീക്വൻസിനിടയിൽ കുറച്ച് ഷോട്ട്സ് ഉണ്ട്. അതൊക്കെ ഭയങ്കര രസമാണ്. നമ്മൾ കണ്ടിരുന്നു ആ വിഷ്വൽസ് എല്ലാം. പിന്നെ നമുക്ക് ഒരു പോസിറ്റീവ് ഫീൽ ചെയ്യുന്ന ബി ജി എം ഇസ് സോ ഗുഡ്. അതായത് അടിപൊളി ബി ജി എംസ് ആണ്. മ്യൂസിക് എനിക്കൊരു ഓക്കേഷ് ഫീലിംഗ് ആണ് കിട്ടിയതെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ അടിപൊളിയായിരുന്നു എല്ലാ സിറ്റുവേഷനിലും. അതിപ്പം തുടക്കം മുതൽ അവസാനം വരെ എല്ലാ സിറ്റുവേഷനിലും അടിപൊളി ബി ജി എംസ് ആയിരുന്നു. കാരണം ഇതിനകത്ത് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. കാരണം ഒരു ടൈം പീരിയഡ് മൂവി ആയതുകൊണ്ട് തന്നെ ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം കുറച്ച് കുറച്ച് നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്, റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പക്ഷേ അതെല്ലാം മറികടന്നിട്ട് എന്ത് രസമായിട്ടാണ് പുള്ളി അത് ചെയ്തു വെച്ചേക്കുന്നത് അറിയോ. മ്യൂസിക് അജനീഷ് നമ്മുടെ പ്രീക്വൽ ചെയ്ത കാന്താര ചെയ്ത അതേ പുള്ളി തന്നെയാണ് ഇതും ചെയ്തേക്കുന്നത്. പാട്ടുകൾ പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തത് കാന്താരയുടെ ഫസ്റ്റ് പാർട്ടിലെ മൂവീസ്, അതായത് പഴയതാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് പാട്ടുകളെല്ലാം. കാരണം മിക്കതും നമ്മുടെ മനസ്സിലേക്ക് തങ്ങി നിൽക്കുന്ന പാട്ടുകളായിരുന്നു. എനിക്കിപ്പോൾ പുറത്തിറങ്ങി കഴിയുമ്പോൾ എനിക്ക് വിജയപ്രകാശിൻ്റെ ഒരു പാട്ട് കേട്ടത് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ എനിക്ക് ഒന്നും അങ്ങനെ മനസ്സിൽ നിൽക്കില്ല. ബട്ട് വരാഹരൂപം ഇതിനകത്തും പ്ലേ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ്സ് സോ ഗുഡ്. അത് തരുന്ന ഫീലിംഗ്, അത് തിയേറ്ററിൽ തരുന്ന ഫീലിംഗ് വേറെ ഒരു പാട്ടിനും ഈ പടത്തിൽ തരാൻ പറ്റില്ല, വേറെ ഒരു ബി ജി എമ്മിനും പോലും തരാൻ പറ്റില്ല. കാരണം വരാഹരൂപം കൊണ്ട് പ്ലേ ചെയ്യുമ്പം നമ്മൾ ആകെ ആ ഒരു മൂഡിലെത്തും. പിന്നെ ഈ സിനിമയുടെ ഏറ്റവും വലിയ ഒരു അലർച്ച ഉണ്ടല്ലോ, ആ ഒരു ആ വിളിയും കൂടി കേട്ട് കഴിയുമ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി പടം തുടങ്ങുമ്പോഴേ ആ ഒരു മൂഡ് സെറ്റാണ്. വരാഹരൂപവും ഈ ഒരു വിളിയും കൂടി ആകുമ്പോഴത്തേക്ക് പടത്തിലേക്ക് നമ്മൾ ഓൾറെഡി ഇന്നായി കഴിഞ്ഞു. ആ പഴയ കാന്താര നമ്മൾ എവിടെ നിർത്തിയോ അവിടെ നിന്ന് തന്നെ ഈ സ്റ്റോറി തുടങ്ങുന്നുണ്ട്. നമ്മൾ അതേ അറ്റ്മോസ്ഫിയറിലേക്ക് തിരിച്ചുകൊണ്ട് നിർത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് ഈ മൂവി സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ എനിക്ക് ഫീൽ ചെയ്തൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ഷൻ സീക്വൻസസ്. നമ്മുടെ RRR ചെയ്ത അതേ ആളാണ് ടോഡോർ ലാസറോവ് എന്ന് പറഞ്ഞ പുള്ളിയാണ് ചെയ്തേക്കുന്നത്. അടിപൊളിയാണ്. ആക്ഷൻ സീക്വൻസസ് ആർ ലൈക്ക് സോ ലിറ്റ്. അതായത് ചില സീക്വൻസസ് ഒക്കെ ചെയ്തു വെച്ചേക്കുന്ന സ്പീഡുണ്ടല്ലോ. അതായത് ഒരു കാട്ടിനകത്തുള്ള ഫൈറ്റിൽ അവർക്ക് എങ്ങനെ അത് പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്നു, അല്ലെങ്കിൽ അതോ എന്ത് രസമായിട്ട് അവർ ചെയ്തു വെച്ചേക്കുന്നത് കാണുമ്പോൾ നമ്മൾ കണ്ടിരുന്നു. ആ ഫൈറ്റ് സീക്വൻസസ് എല്ലാം അത്യുഗ്രനായിട്ടാണ് ചെയ്തു വെച്ചേക്കുന്നത്. നമുക്ക് എന്താ പറയുക, ആ ഒരു സ്പേസിനുള്ളിൽ എങ്ങനെയൊക്കെ അത് ചെയ്യാം. അതും കുറച്ചൊക്കെ ഇമാജിനേറ്റീവാണ്, കുറച്ചൊക്കെ ക്രിയേറ്റീവാണ്, കുറച്ചൊക്കെ ഓവർ ദ ടോപ്പാണ്. ആണെങ്കിൽ പോലും നമ്മൾ കണ്ടിരിക്കുമ്പോൾ ഒരിക്കലും നമുക്ക് ഒരു കല്ലുകടി ഫീൽ ചെയ്യില്ല. ആ ഒരു രീതി തന്നെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. കാരണം അത്രയും രസമായിട്ട് അവർ പുൾ ഓഫ് ചെയ്തിട്ടുണ്ട്. അടിപൊളി. ഒരു ചാരിയറ്റ് താഴ്ത്തു പോകുന്ന ഒരു സീനുണ്ട്. അതിനകത്ത് VFX ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ ആ VFX കാണുമ്പോഴും താഴെയുള്ളതെല്ലാം യഥാർത്ഥ ആൾക്കാർ തന്നെയാണ്. അതായത് അതിൻ്റെ ഫ്രണ്ടിലും അതിന് ചുറ്റും ഓടുന്ന മനുഷ്യരെല്ലാം സെയിമാണ്. റിയൽ ആൾക്കാരാണ് ഓടുന്നത്. ബട്ട് ഈ ചാരിയറ്റിന് ചുറ്റും പൊളിയുന്ന സാധനങ്ങൾ മാത്രമേ VFX ഉള്ളൂ. ബാക്കിയെല്ലാം ഒറിജിനലാണ്. അതിൻ്റെ ഒരു രസവും കാണാനുണ്ടാവും. ഫൈനലിൽ ഒരു ക്ലൈമാക്സിലൊരു ഫൈറ്റ് സീക്വൻസിൽ നമ്മൾ ഈ സിനിമയിൽ കാണുന്ന കണക്കൊരു കുറേ VFXൽ കുറേ ആൾക്കാർ ഓടുന്ന കണക്കല്ലേ കാണിക്കുന്നത്. ഇതങ്ങനെയല്ല. ഇത് യഥാർത്ഥ ആൾക്കാരാണ് ഓടുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റും. കാരണം അതിൻ്റെ ആ ഇമ്പാക്റ്റും കാണാനുണ്ട്, അതിൻ്റെ ഒരു രസവും കാണാനുണ്ട് ആ ഷോട്ടിലില്ല. സോ ആ ഒരു സീക്വൻസൊക്കെ അടിപൊളിയായിട്ടാണ് ചെയ്തു വെച്ചേക്കുന്നത്.
പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയുക ഫീൽ ചെയ്തൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെട്ടിയുടെ പെർഫോമൻസ്. ഫസ്റ്റ് ഓഫ് ഓൾ നാഷണൽ അവാർഡ് മിക്കവാറും പുള്ളിക്ക് തന്നെ കിട്ടും ഇത്തവണ. ഈ മൂവിക്ക് പുള്ളിക്ക് മിക്കവാറും നാഷണൽ അവാർഡ് കിട്ടും. കാരണം ഫസ്റ്റിൽ പുള്ളി പെർഫോം ചെയ്ത സ്പേസ് നമ്മൾ കണ്ടാണല്ലോ. ഫസ്റ്റിൽ എന്തോ ഒരു സ്പേസ് ഉണ്ടായിരുന്നു, അതിൻ്റെ ഇരട്ടിക്ക് മേളിൽ സ്പേസ് ഈ പടത്തിൽ പുള്ളിക്ക് പെർഫോം ചെയ്യാൻ കിട്ടിയിട്ടുണ്ട്. കാരണം അതിനും മാത്രം ഹിന്ദു മിത്തോളജിയുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. അതെല്ലാം സ്പോയിലേഴ്സ് ആയി പോകും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറയാത്തത്. അതിൽ നമ്മൾ പലതും കാണുമ്പോൾ നമ്മൾ വി ആർ ടേക്കൺ ബാക്ക് ബൈ ഹിസ് പെർഫോമൻസ്. അത്രയ്ക്ക് രസമായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. ഐ ഡെഫിനറ്റ്ലി ഫീൽ ഹിൽ ഗെറ്റ് ത്രൂ ദിസ്. അതായത് ഇത് പുള്ളി ഇത് അവസാനിക്കുമ്പോൾ പുള്ളിക്ക് അടുത്ത നാഷണൽ അവാർഡിൽ പുള്ളി ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എന്നെ ഞെട്ടിച്ച പെർഫോമൻസസ്, 1 രുക്മിണി, 2 ജയറാമേട്ടൻ. അടിപൊളി. ജയറാമേട്ടൻ ഇത്രയും നല്ലൊരു റോള്, എന്ത് രസമായിട്ടാണ് സ്ക്രീൻ സ്പേസ് കൊടുത്തേക്കുന്നതെന്നും ആ ക്യാരക്ടറും ഒരു ഡെവലപ്മെൻ്റ് ഉണ്ട്. ആ മൂവി ത്രൂ ഔട്ട് ജയറാമേട്ടൻ്റെ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യുന്നത് അടിപൊളിയായിട്ടാണ്. പിന്നെ രുക്മിണി, നമ്മൾ നോർമലി കാണുന്ന സിനിമകളിലെ പോലെ വെറുതെ ക്യൂട്ട്നെസ് വാരി നിറയ്ക്കാനായിട്ടൊരു നായികയല്ല. പുള്ളിക്കാരി വരുന്നു, പുള്ളിക്കാരിക്ക് ഒരു സ്ക്രീനിൽ നിൽക്കുമ്പോൾ തന്നെ പുള്ളിക്കാരിക്കൊരു റോളുണ്ട്. പുള്ളിക്കാരി ഇച്ചിരി ഫേമാണ് എന്നൊരു രീതി തന്നെ ആ ക്യാരക്ടറിൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അതെല്ലാം അടിപൊളിയാണ്. രുക്മിണിയുടെ പെർഫോമൻസസ് അടിപൊളിയായിരുന്നു. പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ എന്താ പറയുക, നമുക്ക് ഒരു മൂവി കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു വില്ലൻ ക്യാരക്ടർ ചെയ്യുമ്പോൾ ഒരു ആളോട് നമുക്ക് എപ്പോഴും എന്താ പറയുക നമുക്കെന്താ തോന്നേണ്ടത്, അയാളൊരു ദേഷ്യം തോന്നണം, അല്ലെങ്കിൽ അയാളെ അടിക്കട അല്ലെങ്കിൽ അയാളെ കൊല്ലട എന്നൊരു പറയാനൊരു ഫീലിംഗ് തോന്നണം. അത് നമുക്ക് കറക്റ്റായിട്ട് തരും ഗുൽഷാൻ എന്ന് പറഞ്ഞ നടൻ. അടിപൊളി ക്യാരക്ടറാണ്, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നും അവനെ അടിക്കണം, അവനെ കൊല്ലണം എന്ന്. ഋഷഭ് ഷെട്ടി അത് ചെയ്യണമെന്ന് നമുക്കത് ഫീൽ ചെയ്യും. സോ അത് പുള്ളി വളരെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് നെഗറ്റീവ് എന്ന് പറയാനായിട്ടാണെങ്കിൽ ഇതിനകത്ത് ഫീൽ ചെയ്ത കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് VFX കുറച്ച് ഭാഗങ്ങളിൽ ഒരല്പം ഡൗൺ ആയിട്ടുണ്ട്. ഒരു ടൈഗറൊക്കെ വരുന്ന ഒരു സീക്വൻസ് ഉണ്ട്, അതൊക്കെ അടിപൊളിയാണ്. പക്ഷേ 1-2 ചില ഭാഗങ്ങളിൽ, ഒരു ക്ലൈമാക്സിൻ്റെ കുറച്ച് ഭാഗങ്ങളിൽ എനിക്കൊരല്പം പ്രശ്നം ഫീൽ ചെയ്തു. അതിനിപ്പം ഞാൻ പറഞ്ഞില്ല, അത് കാരണം സിനിമയ്ക്കൊരു ആസ്വാദനക്കുറവ് ഉണ്ടായിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല, അതെനിക്കൊട്ടും ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ ഒരു VFX ഒരല്പം ഡൗൺ ആണെന്ന് എനിക്ക് ഫീൽ ചെയ്തു. സെക്കൻഡ്ലി ഹ്യൂമർ, അവിടെ ഇവിടെയും ഫസ്റ്റ് ഹാഫിലാണ് ഇതെല്ലാം. സെക്കൻഡ് ഹാഫിൽ ഹ്യൂമറൊക്കെ ഒരു വഴിക്ക് സൈഡാക്കിയിട്ട് കഥയിലേക്ക് കംപ്ലീറ്റ്ലി ഇന്നാണ്. അപ്പോൾ ഫസ്റ്റ് ഹാഫിൽ കുറേ അവിടെ ഇവിടെ ആവശ്യമില്ലാത്ത ഹ്യൂമറും നറേഷൻ ലാഗും വരുന്നുണ്ട്. അത് കാരണം തന്നെ അപ്പോൾ മലയാളികളാരും അത്ര ചിരിച്ച് കണ്ടില്ല. കന്നഡക്കാർ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് കുറച്ച് പേരൊക്കെ ചിരിക്കുന്ന കണ്ടു. അപ്പോൾ ഇനി ഞാൻ കന്നഡയിലാണ് സിനിമ കണ്ടത്. അപ്പോൾ എനിക്കറിയില്ല ഇനി സബ് ടൈറ്റിൽ വായിച്ചിട്ട് ചിരി വരാത്തതാണോ അതോ ഇനി അറിയില്ല. അപ്പം അതെനിക്കൊരല്പം ഫീൽ ചെയ്തു. ഒരു കുറച്ച് ഹ്യൂമർ അല്പം ഓവറായിരുന്നു, അല്ലെങ്കിൽ അല്പം ലാൻഡ് ചെയ്യുന്നില്ലായിരുന്നു കറക്റ്റായിട്ട്. ആ ഒരു മീറ്ററൊന്നും കറക്റ്റായിട്ട് ഫീൽ ചെയ്തില്ല എനിക്ക്. അപ്പോൾ അത് രണ്ടുമാണ് എനിക്ക് മേജർലി ഫീൽ ചെയ്ത ഒരു നെഗറ്റീവ്. ബട്ട് ടു ബി ഓണസ്റ്റ്, ഇതൊന്നും തന്നെ ഈ മൂവിയെ ഹിൻഡർ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഒരു 2.25 മണിക്കൂർ ഈ സിനിമ കണ്ടിട്ട് പുറത്തിറങ്ങുമ്പോൾ നമ്മൾ ഒട്ടും നിരാശരായിരിക്കില്ല. കാരണം അതുപോലെയാണ് സിനിമ ചെയ്തു വെച്ചേക്കുന്നത്. എൻഡിങ് ഹാഫ് ആൻ അവർ ഞാൻ അറ്റ് ദി എഡ്ജ് ഓഫ് ദി സീറ്റ് ആയിരുന്നു. കാരണം ഐ വാസ് റിയലി ഇൻ ടു ഇറ്റ്. ആ ക്യാരക്ടർ എന്താണ്, ഇനി എങ്ങനെയാണ് മാറാൻ പോകുന്നത്, എന്താണ് സംഭവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നൊരു ചോദ്യം നമ്മൾക്കുള്ളിൽ ആ ലാസ്റ്റ് ഹാഫ് ആൻ അവറിൽ മുഴുവൻ നിർത്തുന്നുണ്ട്. ആൻഡ് പെർഫോമൻസ് വൈസ് നമ്മൾ അത് കണ്ടിരുന്നു. കാരണം അത്രയും നല്ല രസമായിട്ടാണ് പുള്ളി ആ പെർഫോമൻസും പുൾ ഓഫ് ചെയ്തിരിക്കുന്നത് ആ സമയത്തുള്ള. ആൻഡ് എനിക്ക് ഫീൽ ചെയ്തെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വെരി ഗുഡ് മൂവി. ആൻഡ് റിവ്യൂസും മൂവീസ് ഇഷ്ടപ്പെടുന്നതെല്ലാം സബ്ജക്റ്റീവാണ്. നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്യുമെന്ന് എനിക്കറിയില്ല. കണ്ടു നോക്കുക, എല്ലാവരും കണ്ടു നോക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. അപ്പോൾ ബൈ.